إلى حضرة سيدنا مصطفى محمد صلى الله عليه وسلم سيدنا وكل أعظم سلطان محي الدين عبد القادر الجيلاني قدس الله سره العزيز الفاتحة جميع أساتذتنا مشايخنا في سلسلة القادرية قادرية الفاتحة أعوذ بالله الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇഷ്ടദാസന്മാർ അവൻ തിരഞ്ഞെടുത്തവർ, അവരോടുകൂടി അള്ളാഹുവിന്റെ പണി എന്താണ്? അവരെന്താണ്? ലാ യസ്മഊന മിൻ ഗൈരിഹി വലാ യബ്സറൂന ഗൈറഹു ബൽ യുകദ്ദിബൂൻ ഇത്തബിഉൽ ഖൗമല്ലദീന ലാ യഖിലൂന ഗൈറൽ ഹഖ് അസ്സ വജല്ല. അല്ലാത്തവരാണ് അവർ പിൻപറ്റുകയില്ല. അതേപ്രകാരം തന്നെ വലാ യസ്മഊന മിൻ ഗൈരിഹി, അല്ലാഹു അല്ലാത്തവരിൽ നിന്നും അവർ കേൾക്കുകയില്ല. വലാ യബ്സറൂന ഗൈറഹു, അല്ലാഹു അല്ലാത്തവരെ കാണുകയില്ല. അങ്ങനത്തെ ഒരവസ്ഥയിലേക്ക് അവരെ കൊണ്ടുവച്ചിച്ചു അല്ലാഹു. ആദ്യത്തെ അവസ്ഥ അതല്ലായിരുന്നു, അതിൽ നിന്നും ഈ അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചതാണിപ്പോൾ. അതാ തുമ്മ അൻശഅനാഹു ഖൽഖൻ ആഖറ, വേറൊരു പടപ്പത്തരം ആ മനുഷ്യനെ ഞാൻ ഉണ്ടാക്കി. അപ്പൊ ആദ്യമുള്ള ഔസാഫുകൾ അഥവാ അള്ളാഹുവിനോട് കൂടെ തന്നെ പലതിനെയും കണ്ടവർ ഇപ്പം മാ ഫിൽ യുബ്ബത്തി ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ കൊലത്തിലായി. എവിടെ നോക്കിയാലും അവർ അള്ളാഹുവിനെ ദർശിക്കുന്നുള്ളൂ. എന്ത് നോക്കിയാലും ഏത് കണ്ടാലും അതിൽ നിന്നും അവർ അള്ളാഹുവിനെ ദർശിക്കുന്നു. അള്ളാഹുവിനെ ദർശിക്കുന്ന പറഞ്ഞാൽ അവിടെ ഹുലൂലും ഇത്തിയാദൊന്നും അവിടെ അങ്ങനെ ഇറങ്ങിയൊന്നും അതിന് മയനൊന്നുമില്ല. ഇത് അള്ളാഹുവിന്റെ സൃഷ്ടിയാണെന്നും അവന്റെ അപാരമായ കഴിവിനാൽ ഉണ്ടായതാണെന്നും അവർ മനസ്സിലാക്കിയെടുക്കാതെ അതിനൊക്കെ അർത്ഥമുണ്ട്. അല്ലാതെ നൂറുശക്കാർ പറയുന്ന കണക്ക് ഇങ്ങനെ പ്രപഞ്ചത്തിലൊന്നാകെ വ്യാപിച്ചടക്കിയ അള്ളാഹു എന്ന് പറഞ്ഞ കണക്ക് അങ്ങനൊന്നല്ല പറയുന്നത്. അൽ ഖൽഖുൽ അവ്വൽ മുസ്തറഖുൻ വഹാദൽ ഖൽഖു മുഫ്റദ് യുഫ്രിദുഹു, അവനെ അള്ളാഹു തനിപ്പിക്കും അൻ ഇഖ്വാനിഹി, അവന്റെ സഹോദരന്മാരെയും വിട്ടും, വബിനായി ജിൻസിഹി, അവന്റെ വർഗത്തിൽപ്പെട്ട മറ്റുള്ളവരെ കിട്ടും, ബനി ആദമ യുഗയ്യിറു മഅനാഹുൽ അവ്വൽ, ഒന്നാമത്തെ മഅനെ എന്ത് ചെയ്യും? തഗീറ. ഒന്നാമത്തെ മഅന ഏതാ? ഒന്നാമത്തെ മഅന അൽ ഖൽഖുൽ അവ്വൽ, ആദ്യം പറഞ്ഞത്. അഥവാ നമ്മളൊക്കെ ഈ അവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക് മാറലാണ്. അള്ളാഹു അല്ലാതെ മറ്റൊന്നിനെയും കാണുകയില്ല എന്നൊരവസ്ഥ. അള്ളാഹുവിനോടുകൂടി പലതിനെയും കണ്ടതാണ് ആദ്യത്തെ അവസ്ഥ. അതിൽ നിന്നും എന്ത് ചെയ്തു? ഇബാദത്തിനാലും അള്ളാഹു സുബ്ഹാനഹു വ തആലൻ്റെതായ പടപ്പത്തരങ്ങളിൽ അവൻ്റെതായ ആലാഉകൾ എല്ലാത്തിനും സൃഷ്ടിച്ച് അള്ളാഹു അല്ലാത്ത മറ്റൊന്നിനെ കാണാത്ത രണ്ടാമത്തെ അവസ്ഥ. അതാണ് ആ ഒന്നും രണ്ടെന്നൊക്കെ പറഞ്ഞ അവിടെ. വയുബദ്ദിലുഹു, അവനെ പകരമാക്കും. യുസയ്യിറു ആലിയഹു സാഫിലഹു, നേരെ കേൾക്കാൻ തൂക്കാക്കും. കാരണം നേരത്തെ രണ്ടാണ്, ഇപ്പോൾ ഒന്നാണുള്ളത്. യുസയ്യിറു റബ്ബാനിയൻ, അള്ളാഹുവിനെ ആക്കി കഴിയും, അള്ളാഹുവിനെ കൊണ്ട് ചേർക്കപ്പെട്ട ആളായിട്ടും റൂഹാനിയനായിട്ടും. പിന്നെ അവന്റെ ജസദ് തന്നെ അവനില്ല, പിന്നെ റൂഹാനിയായ ബന്ധമാണ്. യളീഖു ഖൽബുഹു, അവന്റെ കൽബ്, യുളയ്യിഖു ഖൽബഹു, അള്ളാഹുവിന്റെ കൽബിനെ ഇടുക്കമാക്കും. അൻ റുഅ്യത്തിൽ ഖൽഖ്, സൃഷ്ടികളെ കാണുന്നതിനെയും വിട്ടു. ഫയൻസത്തു ബാബ സിദ്ദിഹി അനിൽ ഖൽഖ്, അവന്റേതായ രഹസ്യമാകുന്ന ആ ബാബിനെ അള്ളാഹു അടച്ചുകളെയും സൃഷ്ടികളെയും വിട്ടു. യുസവ്വിറു ലഹു ദുനിയ വൽ ആഖിറ വൽ ജന്ന വന്നാർ വജമീഅ മാ, അള്ളാഹു അവനെ രൂപപ്പെടുത്തി കൊടുക്കും സ്വർഗത്തിലെയും നരകത്തിലെയും ആഖിറത്തിനെയും ദുനിയാവിനെയും എല്ലാ മഖ്ലൂഖാത്തിനെയും എല്ലാ ശൈകളെയും. ഇതെല്ലാം ഒന്നാണ്, ഒന്നിൽ നിന്നും ഉണ്ടായതാണ്, ഒന്നുണ്ടാക്കിയതാണെന്ന് ഇതിനർത്ഥം. ثم يسلم ذلك الشيء إلى يد سده فيبتلعه ولا يتبين فيه. സൂഫിസത്തിന്റെ അങ്ങേയറ്റത്തെ മക്കാമ ഇതൊക്കെ പറയുന്നത് മനസ്സിലായോ? പിന്നെ എല്ലാത്തിനെയും അവൻ വിഴുങ്ങി എന്ന് പറഞ്ഞാൽ മൂസാ നബി അലൈഹി സ്വലാമിന് അവനെ തന്നെ പറയുന്നുണ്ട്, വടി സർവ്വതിനെയും വിഴുങ്ങി കണക്ക്. ഒന്നുമില്ല അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാത്ത ഒന്നുമില്ല.
യദ്ഹറു ഫീഹിൽ ഖുദ്റത്തു, അതിൽ അവനിലായ നിലയിൽ അല്ലാഹുവിന്റെ ഖുദ്റത്ത് വെളിവാകും. കമാ അദ്ഹറഹ, ഖുദ്റത്തെ അല്ലാഹു വെളിവാക്കിയതനുസരിച്ച് ഫീ അസാ മൂസ, മൂസ നബി അലൈഹിസ്സലാമിന്റെ വടിയിലായിട്ട്. സുബ്ഹാന മൻ യുദ്ഹിറു ഖുദ്റതഹു ഫീമാ യുരീദു അലാ യദി മൻ യുരീദ്. അല്ലാഹുവിന്റെ ഖുദ്റത്തിനെ വെളിവാക്കുന്നവൻ, ഒരുവന്റെ പരിശുദ്ധതയെ ഞാൻ വാഴ്ത്തുന്നു. അവൻ ഉദ്ദേശിച്ച ഒന്നിൽ അവൻ ഉദ്ദേശിച്ചവരുടെ കയ്യിന്മേലായ നിലയിൽ അവന്റെ ഇറാദത്തിനെ, അവന്റെ ഖുദ്റത്തിനെ അവൻ വെളിവാക്കും. ബലഅത്ത് അസാ മൂസ അലൈഹിസ്സലാമിന്റെ വടി വിഴുങ്ങിയല്ലോ. അഹ്മാലൻ കസീറത്തൻ മിനൽ ഹിബാലി വഗൈരിഹാ, എല്ലാത്തിനെയും വിഴുങ്ങിക്കളഞ്ഞല്ലോ മൂസ നബി അലൈഹിസ്സലാമിന്റെ വടി. അപ്പൊ പിന്നെന്തായി? അവന്റെ ഖുദ്റത്തിനെ അവൻ കണ്ടില്ലേ? മൂസ നബി അലൈഹിസ്സലാമിന്റെ ഈ കയ്യിരുന്ന വടി എല്ലാത്തിനെയും എടുത്ത് വിഴുങ്ങി. ഇതിന്റെ ഖുദ്റത്ത് ഇപ്പൊ അല്ലാഹു തആലയ്ക്ക് അറിയാം. നമുക്ക് ഇങ്ങ് നോക്കി കാണാന്നല്ലാതെ. പർവ്വത സമാനമായ പാമ്പുകളെ എല്ലാം എടുത്ത് വിഴുങ്ങിക്കളഞ്ഞില്ലേ? വലം തഗയ്യർ ബത്നുഹ, എന്നാ പിന്നെ ആ പാമ്പിന്റെ ഉള്ളു വല്ല തഗയ്യറുണ്ട്, അതുകൊണ്ടായില്ല. അറാദൽ ഹഖ് അസ്സ വജല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു കൊടുത്തു അവർക്ക്. അയ്യുഅല്ലിമഹും, അവർക്ക് പഠിപ്പിക്കൽ, അന്നദാലിക ഖുദ്റത്തുൻ, അത് ഖുദ്റത്താണ് അവന്റെ, ലാ ഹിക്മത്തുൻ, ചെപ്പടി വിദ്യ അല്ല എന്ന് മനസ്സിലായില്ലേ? ബിഅന്നമാ ഫഅലഹു അസ്സഹറത്തു ഫീ ദാലികൽ യൗമി, ആ ദിവസം സാഹിര്യങ്ങൾ ചെയ്ത മുഴുക്കയും കാന ഹിക്മത്തൻ വഹന്തസത്തൻ, മനസ്സിലായില്ലേ? അത് ചില കൗശലങ്ങളായിരുന്നു. യുക്തിപരമായ രീതിയിലും ഗണിതപരമായ നിലയിലും ഉള്ള കുറെ കൗശലങ്ങൾ. വമാ ലഹറ ഫീ അസാ മൂസ അലൈഹിസ്സലാമിന്റെ വടിയിൽ വെളിവായതോ കാന ഖുദ്റത്തൻ മിനൽ ഹഖ് അസ്സ വജല്ല, അത് ഖർഖു ആദത്തിൻ വമുഅ്ജിസത്തിൻ, അത് അസാധാരണമായതാണ്, അത് മുഅ്ജിസത്തുമാണ്. മനസ്സിലായില്ലേ? കാന ഖുദ്റത്തൻ മിനൽ ഹഖ്, വമാ ഒന്ന് ലഹറ ഫീ അസാ മൂസ, മൂസ നബി അലൈഹിസ്സലാമിന്റെ വടിയിലായ നിലയിൽ ആ ഒന്ന് വെളിവായത് കാന ഖുദ്റത്തൻ മിനൽ ഹഖ്, ഹഖിൽ നിന്നുള്ള, അല്ലാഹുവിൽ നിന്നുള്ള കഴിവാണ്. അസ്സ വജല്ല, അത് ഖർഖു ആദത്തിൻ, അസാധാരണവുമാണ്. ഖർഖ ആദത്തിൻ വമുഅ്ജിസത്തൻ, അത് മുഅ്ജിസത്തും ആയിരുന്നു. വലിഹാദാ ഖാല അമീറുസ് സഹറ, അന്ന് വന്ന ആ ചെപ്പടി വിദ്യക്കാരിൽ നിന്നും നേതാവ് പറഞ്ഞു, ലി വാഹിദിൻ മിൻ അസ്ഹാബിഹി, കൂടെയുള്ള ആളിന് ഒരാളോട് ചോദിച്ചു, ഉൻദുർ ഇലാ മൂസ ഫി അയ്യി ഹാലത്തിൻ ഹുവ, മൂസയിലേക്ക് ഒന്ന് നോക്കിക്കാണ്, മൂസ ഏതവസ്ഥയിലപ്പോ നിൽക്കുന്നതെന്ന്. ഫഖാല ലഹു, മൂസ നബി അലൈഹിസ്സലാമിൻ അല്ല, ഈ പറഞ്ഞ സാഹിറിനോട്, സഹറത്തിന്റെ നേതാവിനോട് പറഞ്ഞു, ഖത്തഗയ്യറ ലൗനുഹു, മൂസയുടെ നിറമൊക്കെ ഒരു വ്യത്യാസമായിട്ടുണ്ട്. വൽ അസാ തഅമലു അമല, വടി അതിന്റെ പണി ഇങ്ങനെ നോക്കുന്നുണ്ട്. ഹാദാ മിൻ ഫിഇലില്ലാഹി അസ്സ വജൽ ലാ മിൻ ഫിഇലിഹി, ഇത് അല്ലാഹുവിന്റെ ഫിഇലാണ്, മൂസ നബി അലൈഹിസ്സലാമിന്റെ പ്രവൃത്തിയല്ല. ഫഇന്ന സാഹിറ, കാരണം മാരണക്കാരൻ ലാ യഖാഫു മിൻ സുഹദിഹി, മനസ്സിലായില്ല? വസ്സാനിഉ ലാ യഖാഫു മിൻ സുൻഅതിഹി ثم آمن به وتبعه أصحابه, മാരണക്കാരൻ അവന്റെ ശേഖരണത്തെ തൊട്ട് അവന് പേടിയില്ലല്ലോ, അവന് അത് വന്നാൽ ഇത്ര ഉണ്ടാവുന്നവനറിയാം. അതേ പ്രകാരം ഖാലിഖായ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവർത്തനം, അവന്റെ പ്രവർത്തനത്തിൽ അവന് പേടിയില്ലല്ലോ. ഏതായാലും പിന്നെ ഇയാൾ എന്ത് ചെയ്തു? വിശ്വസിച്ചു. അയാളോട് മറ്റേ ആൾക്കാരെ പിന്തുടരുകയും ചെയ്തു. യാ ഗുലാം മത്താ തഖൂമു മിനൽ ഹിക്മ, നിന്റെ ഈ ചെപ്പടി വിദ്യകളിൽ നിന്നും, നിന്റെ ഈ ബുദ്ധി സാമർഥ്യങ്ങളിൽ നിന്നും, ഈ യുക്തിപരമായ പ്രവർത്തനങ്ങളിൽ നിന്നും എപ്പോഴാണ് നീ സടകുഴഞ്ഞെഴുന്നേക്കുന്നത്? ഇലൽ ഖുദ്റ, അല്ലാഹുവിന്റെ ഖുദ്റത്തിലേക്ക്. മത്താ യൂസിലുക അമലുക ബിൽ ഹിക്മ, നിന്റെ ഈ ചെപ്പടി വിദ്യകൾ കൊണ്ടുള്ള ഈ പ്രവർത്തനങ്ങൾ എപ്പോഴാണ് മോനെ നിന്നെ എത്തിക്കുന്നത്? ഇലാ ഖുദ്റത്തില്ലാഹി അസ്സ വജല്ല. മത്താ യൂസിലുക ലിഖലാസിക ഫീ അഅമാലിക ഇലാ ബാബി ഖുർബിക മിൻ റബ്ബിക അസ്സ വജല്ല,
എപ്പോഴാണ് നിന്നെ എത്തിക്കുന്നത്? നീയൊന്ന് ഖലാസാകാൻ, ഒന്ന് ഒഴിവായി വരാൻ, നിന്റെ പ്രവർത്തനങ്ങളിൽ അല്ലാഹുവിന്റെ വാതിൽക്കലേക്കുള്ള പ്രവർത്തനത്തിലേക്കൊന്ന് ഒഴിവായി വരാൻ എപ്പോഴാ കണ്ടെത്തുന്നത് മോനെ? റബ്ബിക്കഅസ്സവജല്ല മത്താ തുരിയക ശംസുൽ മഅരിഫ വുജൂഹ ഖുലൂബിൽ അവാമി വൽ ഖവാസ്. പ്രൈവറ്റായ ആൾക്കാരുടെയും പൊതുജനങ്ങളുടെയും അല്ലാത്തവരുടെയും കൽബിന്റെ മുഖം ഒന്ന് വെളിച്ചത്താക്കി തരുന്ന ആ മഅരിഫത്താകുന്ന പ്രഭ സൂര്യൻ എന്നാ മോനെ നീ കാണുന്നത്? എന്നാണ് നിനക്ക് ആ സൂര്യൻ കാണിച്ചു തരുന്നത്? ലാ തഹ്റബ് മിനൽ ഹഖ് ലിഅജലി ബലാഇ. അല്ലാഹു പല വിധേനയുള്ള പരീക്ഷണങ്ങളും നിനക്ക് നൽകും, അതിൽ നിന്നും നീ ഓടാനൊന്നും ഉദ്ദേശിക്കണ്ട. ഇന്നമാ യബ്തലീക, അല്ലാഹു നിന്നെ പരിശോധിക്കുന്നതിൽ അയലം, അവൻ അറിയട്ടെ. ഇൽമ ദുഹൂരൻ എന്നൊക്കെ പറഞ്ഞു കൊടുക്കണം. അവനറിയാം, പക്ഷെ എല്ലാവരും അറിയത്തക്ക രീതിയിൽ അറിയാം. ഹൽ തർജിഉ, നീ മടങ്ങുമോ? ഇല സബബിലേക്ക് മടങ്ങുമോ? കാര്യകാരണങ്ങളിലേക്കൊക്കെ പോകുമോ? വതത്റുകു ബാബഹു അംല, അല്ലാഹുവിന്റെ ബാബിനെ നീ ഒഴിവാക്കുമോ? ഇല്ലേ? അതൊക്കെ ഒന്ന് അറിയട്ടെ. അതറിയാൻ വേണ്ടിയിട്ടാണ് നിന്നെ ഇങ്ങനെ എന്ത് ചെയ്യുന്നത്? അല്ലാഹു പരീക്ഷണത്തിന് വിധേയമാക്കുന്നത്. ഹൽ തർജിഉ ഇലൽ ലാഹിർ ഔ ഇലൽ ബാത്തിൻ, ബാത്തിനേക്കാണോ ലാഹിറിലേക്കാണോ നീ മടങ്ങുന്നത്? ഇലാ മാ യുദ്രികു ഔ ഇലാ മാ ലാ യുദ്രികു, ഇലാ മാ യറാ ഔ ഇലാ മാ ലാ യറാ. ഇദ്റാക്ക് ചെയ്യുന്ന, എത്തിക്കുന്ന ഒന്നിലേക്കാണോ എത്തിക്കാത്തതിലേക്കാണോ, കാണുന്നതിലേക്കാണോ കാണാത്തതിലേക്കാണോ മടങ്ങുന്നത് എന്നൊക്കെ അള്ളാഹു പരിശോധിക്കാൻ വേണ്ടി ഇത് ചെയ്യുന്നതാണ്. അല്ലാഹുമ്മ ലാ തുബ്തലീന, അല്ലാഹ് ഞങ്ങളെ നീ പരീക്ഷിക്കില്ല. അല്ലാഹുമ്മ അർസുഖ്നൽ ഖുർബ മിൻക ബിലാ ബലാഇൻ, പരീക്ഷണങ്ങളൊന്നും കൂടാതെ നിന്റെ അടുക്കലുള്ള ബലാഇനെ, ഖുർബനെ ഞങ്ങൾക്ക് നൽകുക അല്ലാഹ്. അല്ലാഹുമ്മ ഖുർബൻ വലുത്തുഫ, അല്ലാഹുവേ ഞങ്ങളൊരു അടുപ്പിക്കൽ നീ അടുപ്പിക്കുക, ഒരു മയം ചെയ്യൽ ചെയ്യും. അല്ലാഹുമ്മ ഖുർബൻ ബിലാ ബുഅദ്, വിദൂരമല്ലാത്തൊരു അടുപ്പിക്കൽ. ലാ ത്വാഖത ലനാ അലൽ ബുഅദി മിൻക, പടച്ച റബ്ബേ നിന്നെ തൊട്ട് ബുഅദാകുന്നതിന് നമുക്ക് ഇല്ല. വരാല ഖാസാത്തിൽ ബലായി, നീ വരുന്ന ഇടങ്ങേറുകളിൽ നിന്ന് അതുമായി കൊണ്ടൊന്ന് ഇടപഴകാനും, അതുമായി കൊണ്ടൊന്ന് ഇടപഴകി അതുമായി കൊണ്ടൊന്ന് എന്ത് ചെയ്യുക, അതിനോടുകൂടി ഒന്ന് എന്ത് ചെയ്യുക, അങ്ങ് പ്രവർത്തനത്തിൽ അതിനെ കടിച്ചിറക്കാനുമുള്ള ഒന്നും നമുക്ക് തരല്ല അല്ലാഹ്. ഫർസുഖ്നൽ ഖുർബ മിൻക മഅ അദമി നാരിൽ ആഫാഖ്, ആപത്തുകളാകുന്ന തീ, ആ തീയില്ലാത്ത രീതിയിൽ നിന്നോടുള്ള ഖുർബിനെ ഞങ്ങൾക്ക് നീ നൽകുക അല്ലാഹ്. ഇൻകാന വലാ ബുദ്ദ മിൻ നാരിൽ ആഫാഖ്, നാരിൽ ആഫാഖിനെ തൊട്ട് കൂടാണ്ട് കഴിയില്ലെങ്കിൽ വജഅൽനാ ഫീഹ, അതിൽ ഞങ്ങളെ നീ ആക്കണം. കസ്സമന്തരില്ലദി യുബയ്യിനു വയഫറഹു ഫിന്നാർ, സമന്തരി എന്ന് പറഞ്ഞാൽ വ്യാളി എന്നൊക്കെ അർത്ഥം കൊടുത്തിരുന്നു. തീയിൽ കരിയാത്ത ഒരു സാങ്കല്പിക പക്ഷി എന്നൊക്കെയാണ് സമന്തൽ. ഇല്ല മണ്ണിൽ അതിനകത്ത് പറഞ്ഞാണത് ചെറിയ തെറിയുടെ പറഞ്ഞുണ്ടല്ലോ, ഒരു അങ്കാവ്, അതേപോലെ ആയിരിക്കും. അതിങ്ങനെ വെളുക്കും. എഫറഹു ഫിന്നാർ, എഫറഹു ഫിന്നാരിന്നായിരിക്കണം. അല്ലെങ്കിൽ വഹിയല തളുറുഹു വലാ തുഹ്രിഖുഹു, ആ തീ അവൻ എന്ത് ചെയ്യില്ല, ഇഹ്റാഖും ചെയ്യില്ല, ദുഹറും ചെയ്യില്ല. ആ രീതിയിലാക്കി കുഴപ്പമില്ല. ഇജ്അൽഹാ അലൈനാ കനാരി ഇബ്രാഹിമ ഖലീലി, ഖലീലായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ തീ പോലത്തതാക്കിക്കോ. ഈ മുസീബത്തും ആഫത്തൊക്കെ ആയിക്കോട്ടെ, പക്ഷേ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് കൊടുത്തതുപോലത്തെ മതി. അംബിത് ഹവാലൈന അശബൻ, അതിന്റെ ചുറ്റുഭാഗത്ത് നീ മുളകളെ പുല്ലുപുഷ്പങ്ങൾ, ഏത് തീരെ ചുറ്റുഭാഗത്ത്. കമാ അംബത്ത ഹവാലഹി വഅഗ്നിനാൻ ജമീൽ അശ്യാഇ കമാ അഗ്നൈതഹു, എല്ലാ വസ്തുക്കളെ തൊട്ടും നീ ഞങ്ങളെ ഐശ്വര്യമാക്കുക അല്ലാഹ്. എല്ലാ വസ്തുക്കളെ തൊട്ടെന്ന് പറഞ്ഞാല് നമുക്കറിയാമല്ലോ, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ അടുക്കൽ ഒന്ന് ജിബ്രീൽ അലൈഹി സ്വലാം എന്ന് പറഞ്ഞില്ലേ, നിങ്ങൾക്ക് വല്ല ആവശ്യമുണ്ടോ, വല്ലതും ഉണ്ടോ, ഞാൻ വേണോ, എൻ്റെ സഹായം വേണോ? അപ്പോൾ പറഞ്ഞു വേണ്ട, ഇയാൾ സഹായം വേണ്ട, പോകാൻ പറഞ്ഞു. അപ്പം നിങ്ങൾക്ക് പടച്ചവനോടൊന്ന് ചോദിച്ചൂടെ എന്ന് സഹായിക്കാൻ? എന്തിനാ ചോദിക്കുന്നത്?
നമ്മൾ അവസ്ഥ അറിയാത്തവരോടല്ലേ ചോദിക്കേണ്ടത്. ഇൽമുഹു ബിഹാലി യുഗ്നിയൻ സുആലി, എൻ്റെ അവസ്ഥ കൊണ്ട് അറിയുന്നവനെ ഞാൻ ചോദിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ മുട്ടിൽ ആട്ടിവിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ജിബ്രീലിനെ പോകാൻ പറഞ്ഞു. വാനിസിന തവല്ലന, അല്ലാഹ് ഞങ്ങൾ നീ നേരം പോക്കാക്കുന്നത്, അല്ലാഹ് തവല്ലന ഞങ്ങളെ നീ ഏറ്റെടുക്കുക, അല്ലാഹ് കമാ തവല്ലൈതഹു വഹ്ഫദ്ന കമാ അഖൽതഹു ആമീൻ. ഇബ്രാഹിം അലൈഹിസ്സലാം ഹസ്സല റഫീഖ ഖബ്ല തരീഖ്, അല്ലാഹുവുമായി കൊണ്ടുള്ള ചങ്ങാത്തം ഹാസിലാക്കിയ ആളാണ് തരീഖിന് മുമ്പ്. വൽജാർ അയൽബന്ധവും വൽറിളാ ഖബ്ല ഖളാ തഅല്ലമു മിൻ നബിയിക്കും ഇബ്രാഹിം അലൈഹിസ്സലാം ഇഖ്തദൂ ബിഹി ബിഅഖ്വാലിഹി വഅഫ്ആലിഹി. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് നിങ്ങൾ പിൻപറ്റണം പ്രവർത്തനത്തിലും വാക്കുകളിലും. സുബ്ഹാന മൻ ലത്തഫ ബിഹി ഫീ ബഹരി ബലാഇഹി, സുബ്ഹാന മൻ ഒരാളുടെ പരിശുദ്ധതയെ വാഴ്ത്തുന്നു ഇടങ്ങേറുകളാവുന്ന സമുദ്രത്തിലായ നിലയിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് മയം ചെയ്തു കൊടുത്തു. വകല്ലഫഹു, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് കീർത്തിച്ചു അസ്സബാഹത്ത ഫീ ബഹരിൽ ബലാ, ഇടങ്ങേറാകുന്ന സമുദ്രത്തിൽ നീന്താൻ. വഅയ്യദഹു മഅഹു കല്ലഫഹുൽ ഹംല അലൽ അദു, ശത്രുക്കളുടെ മേലുള്ള എല്ലാവിധമായ ശത്രുക്കളുടെ എല്ലാ ശത്രുതകളും ഏറ്റെടുക്കാനും കൽപ്പിച്ചു. വഹുവ മഅ റഅസിൽ ഫർസ് കല്ലഫഹു സുഊദ് ഇലാ മൗദിഇൻ ആൻ, ഉയർന്ന സ്ഥലത്തേക്ക് കയറാൻ അല്ലാഹു തആല എന്ത് ചെയ്തു? മൂസാ നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു എന്താണെന്ന് നോക്കണത്. വയദുഹു ഫീ ളഹ്രിഹി കല്ലഫഹു ദഅവത്തൽ ഖൽഖ്, അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചു സൃഷ്ടികളെ വിളിക്കാൻ ഇലാ തുആമിഹി വന്നഫഖത്തി മിൻ ഇൻദിഹി. ഇതെല്ലാം ഹാദാ ഹുവൽ ലുത്ഫുൽ ബാത്തിനുൽ ഖഫീ, നമുക്ക് தெரியாത്ത ബാത്തിനിയായ മയം ചെയ്യലാണ്. ഉലം കുൽ മഅല്ലാഹി സ്വാമിതൻ, അല്ലാഹുവിനോടുകൂടെ നീയാകണം. അവന്റെ തീരുമാനങ്ങൾ വരുമ്പോൾ മിണ്ടാതെ, അവന്റെ പ്രവർത്തനങ്ങൾ വരുമ്പോൾ മിണ്ടാതാകണം. ഹത്താ തറാ മിൻഹു, അവനിൽ നിന്നും നീ കാണുന്നത് വരെ അൽഫാഫൻ കസീറ, ഒരുപാട് മയം ചെയ്യലുകൾ. അമാ സമിഅത ബിഗുലാമി ജാലിനൂസ് ഹക്കീം കൈഫ തുഖാരിസു വതുബാലിഹി വതുസാകിതു ഹത്താ ഹഫിള കുല്ല ഇൽമിൻ ഇൻദഹു. ജാലിനൂസ് ഹക്കീം എന്ന് പറയുന്ന ഡോക്ടർ, അയാളുടെ അടുക്കലുള്ള ഒരു കുട്ടി, അയാളൊന്നും മിണ്ടാത്തവനായിരുന്നു, ഒട്ടം കളിച്ചു. ഈ ഡോക്ടറുടെ അടുക്കൽ നിന്ന് എല്ലാം പഠിക്കുന്നത് വരെ. ഇതെല്ലാം ഹിക്മത്തുല്ലാഹി അസ്സ വജല്ല, അല്ലാഹുവിന്റെ ഹിക്മത്തുകൾ. ലാ തജീഉ, അത് വരികയില്ല മോനെ, ഇലാ ഖൽബിക മിൻ കസ്റത്തി ഹദയാനിക വ മുനാസഅതിക ലഹു, അല്ലാഹുമായി കൊണ്ടുള്ള തർക്കവും അല്ലാഹുവിന്റെ മേൽ ഇത്റാദ് ചെയ്യലും സംശയാസ്പദമാക്കലും ഈ കളിതമാശകൾ ധരിപ്പിക്കലോട് ഇതൊന്നും വരുത്തൊന്നുമില്ല. അവിടെ നിന്നെല്ലാം അല്ലാഹുവിനെ മാത്രം ആരാധിച്ചു, അള്ളാഹുവിനെ മാത്രം കൽബിൽ കൊണ്ട് നടന്നു. അങ്ങനെ ആയിക്കോട്ടെ, അള്ളാഹു എന്ന ചിന്ത, ഞാൻ അള്ളാഹിനെ കൽബിൽ കൊണ്ട് നടക്കാൻ പറഞ്ഞതാണ് മുസ്ലിം. اللهم ارزقنا الموافقة وترك المنازعة وآتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. قال رضي الله تعالى عنه يوم الجمعة بكرة بالمدرسة 19 شوال سنة 45 و500. يا قوم اعرفوا الله ولا تجهلوا واطيعوا الله ولا تعصوه ووافقوه ولا تخالفوه وارضوا بقضائه ولا تنازعوه واعرفوا الحق عز وجل بصنعته. هو الخالق الرازق الأول الآخر الظاهر الباطن، هو القديم الأول الدائم الأبدي الفعال لما يريد. അവൻ ഉദ്ദേശിക്കുന്നതിനെ പ്രവർത്തിക്കുന്നവനാണ് മനുഷ്യൻ. എന്നെന്നും നിലനിർത്തിയുള്ളവനാണ്, പണ്ടേ ഉള്ളവനാണ്, ആദ്യമേ ഉള്ളവനാണ്, ലാഹിറും ബാത്തിനുമാണ്. ലാ യുസ്അലു അമ്മാ യഫ്അൽ വഹും യുസ്അലൂൻ, അവൻ പ്രവർത്തിക്കുന്ന ഒന്നിനെ പറ്റി ചോദിക്കപ്പെടുകയില്ല, അവരോട് ചോദിക്കപ്പെടും.